ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് കോട്ടയത്ത് നാമ്പടത്താണ് കേട്ടോ. ഈ നാമ്പടം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോട്ടയം ടൗണ്, തിരുനക്കര മഹാദേവ ക്ഷേത്രം, പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആർട്സ് ഫെസ്റ്റിവൽ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, തിരുനക്കര മൈതാനം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാമ്പടത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ നിന്ന് ടൗണിലേക്കുള്ള സംഗതികളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സെൻറ്റ് ജോസഫ് ITIയുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാനീ നടക്കുന്ന റോഡിൻ്റെ പേര് ഗുഡ് ഷെഡ് റോഡ് എന്നാണ് കേട്ടോ. ഇവിടെ 2 ചേട്ടന്മാർ ഈ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ട് ഇറക്കിയ ചരക്കൊക്കെ ഇതിൽ ലോറിയിലേക്ക് ലോഡ് ചെയ്ത് പടുതേക്ക് ഇട്ട് വലിച്ചു കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോം ഈ കാണുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് പോകാനുള്ളൊരു പാസഞ്ചർ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഷെഡ് റോഡ് എന്ന് പറയുന്ന റോഡിലാണ് കേട്ടോ. ഇവിടെയാണ് ഗുഡ്സ് ട്രെയിനിൽ നിന്ന് ചരക്കൊക്കെ ഇറക്കി ട്രെയിനൊക്കെ കിടക്കുന്ന കണ്ടില്ലേ ബാക്കിൽ. അപ്പോൾ ഇവിടെ എന്താ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സൈഡിലും ടിക്കറ്റ് കൗണ്ടറൊക്കെ വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി പ്രൈവറ്റ് വാഹനങ്ങളൊന്നും വിടത്തില്ലെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. പിന്നെ ആ കാണുന്ന നടപ്പാത ഉണ്ടല്ലോ, നമ്മുടെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് നേരിട്ട് റെയിൽവേ ട്രാക്കിന് മുകളിൽ കൂടെ ചെന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാതയത്. ഞാൻ ആ ഓവർ ബ്രിഡ്ജ് വഴി കയറിയിട്ട് അവിടെ നിന്നുള്ള കുറച്ച് വ്യൂസൊക്കെ കാണിക്കാം. ദയാ കാണുന്ന ഭാഗത്ത് അവിടെ ഞാൻ നേരത്തെ നിന്നിരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ നല്ല ഉയരത്തിലായതുകൊണ്ട് നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ വലേ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജാണ്. നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ കോട്ടയത്തേക്ക് വരുമ്പം കോട്ടയമായെന്ന് പെട്ടെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോഴാണ്. ഇത് 1955 പണി കഴിപ്പിച്ച് ഇപ്പോൾ ഈ 2019 പൊളിച്ച് 2ാമത് പണിതാണ് കേട്ടോ ഈ ആർച്ച് പോലുള്ള ഈ ബ്രിഡ്ജ്. ഈ താഴെ അന്തോണിയസ് പുണ്യാളൻ്റെ ഒരു പള്ളിയാണ് കേട്ടോ. അവിടുത്തെ പ്രാർത്ഥന നടക്കുന്നതൊക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ നടപ്പാത ചെന്നിറങ്ങുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നാമ്പടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ പോലീസ് കൺട്രോൾ റൂമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ 8 മണി കഴിഞ്ഞാൽ അത്ര സുഖമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ പോലീസ് കൺട്രോൾ റൂം വന്നത്. വിശുദ്ധ അന്തോനിയാസിനോടുള്ള പ്രാർത്ഥന എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയാണ് ഫുൾ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. ഇവിടെ വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ ശല്യപ്പെടുത്താതെ നേരെ പോയേക്കാം. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ കൺവെൻഷൻ ഹാളുണ്ട് കേട്ടോ. മുമ്പൊരു 6-7 വർഷം മുമ്പ് ഇതൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാനിവിടെ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഫുള്ള് കൺവെൻഷൻ ഹാളായിട്ട് മാറിയിരിക്കുക. ഇനി നമുക്ക് പള്ളിയുടെ മുൻവശത്തേക്ക് പോയേക്കാം. ഇവിടെ വലത് സൈഡിലായിട്ട് അന്തോണിയാസ് പുണ്യാളന് മാലയൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്.
പള്ളിക്കകമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല രസമുണ്ട് രൂപക്കൂടെ കാണാനായിട്ട്. ഇവിടെ മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. അതുമെല്ലാം ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുക. വെളിയിൽ ഇവിടെയായിട്ട് ഇത് പള്ളിയുടെ വക തന്നെയാണ്. മെഴുകുതിരിയും അതിൻ്റെ ഈ കർത്താവിൻ്റെ ഫോട്ടോയും അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയും അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോസും ശില്പങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവരുടെ തന്നെ പള്ളിയുടെ തന്നെ സ്റ്റോറാട്ടോ ഇത്. ഞാനകത്ത് വീഡിയോ എടുക്കട്ടെ ചോദിച്ചു. ഒരു പള്ളിയുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ അകത്തോട്ട് കയറി വീഡിയോ എടുത്തില്ല. നേരെ വെളിയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം. സെൻറ്റ് ആൻ്റണീസ് തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ട്. അതേ ഈ കാണുന്ന കേട്ടോ നമ്മൾ നാമ്പടം നെഹ്റു സ്റ്റേഡിയം. ആ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമുള്ള ഇതിലാണ് ആ ഒരു ഇതുണ്ടല്ലോ പടി പോലെ ഇരിക്കുന്നത്. അതിൻ്റെ അടിയിലാണ് നിറച്ച് കടകളും ഇതൊക്കെയാണോ. ഇത് ഈ കടകളൊക്കെ ഇപ്പം പകുതി മുക്കാലും അടച്ചു പോയിരിക്കുക. നേരത്തെയൊക്കെയാണ് ഒരു 5-6 വർഷം മുമ്പാണെങ്കിൽ നിറച്ച് കടകളാണ്. പല ടൈപ്പ് മെയിൻ്റനൻസ് വർക്ക്, ബാറ്ററി റീചാർജിങ്, ഇലക്ട്രോണിക്സ് വർക്ക്, പിന്നെ ഇല്ലാത്ത കടകളൊന്നുമില്ല. മിക്കവാറും എല്ലാ കടകളും ഇവിടെയുണ്ട്. പക്ഷേ പലരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുക കേട്ടോ. എന്താ കാര്യം എന്നറിയത്തില്ല. ഇത് മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ അക്വേറിയം അതുപോലെ പല പെറ്റ്സിനെയൊക്കെ വയ്ക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ ആ ബോർഡുകളൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. ടൂൾസ് വയ്ക്കുന്ന ഒരു കടയുണ്ട്, SS ടൂൾസ് വന്നിട്ട്. ഇവിടെ ബേഡ്സിനെ വിൽക്കുന്ന ഒരു കടയാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ അറിയത്തില്ല, ഏതായാലും ഷട്ടർ ഇട്ടിരിക്കുക അത്. ഇവിടെ വേറൊരു കടയുണ്ട്, കിളിക്കൂട് ഇതെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അക്വേറിയം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഉള്ള ഭാഗത്തൊക്കെ ഇതാണ് പഴയ പേസ്ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനത്തെ ഇരുമ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മറിച്ച് കൊടുക്കത്തില്ല, അങ്ങനത്തെ ഒരു. ഇതിൻ്റെ അപ്പുറത്തുള്ള പിന്നെ കുറേ കടകളുണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു കടയും, പിന്നെ അപ്പുറത്തൊരു ഇവിടെ ഒരു 2-3 കടകൾ യൂസ്ഡ് ബൈക്കിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കട, ആ കാണുന്ന 1-2 കടകൾ മാത്രമേ ഉള്ളൂ യൂസ്ഡ് ബൈക്കിൻ്റെയൊക്കെ. ബാക്കിയെല്ലാം നിർത്തിപ്പോയി ഇവിടുന്ന്. പിന്നെ അതുകൊണ്ട് ആ മുകളിൽ പൊങ്ങിയിരിക്കുന്നതാണ് ആ സ്റ്റേഡിയത്തിൻ്റെ ഭാഗം കേട്ടോ, ഇരിക്കുന്ന സ്റ്റെപ്പിൻ്റെയൊക്കെ ഭാഗം. അപ്പോൾ ഇതാണ് നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ എൻട്രി. നെഹ്റു സ്റ്റേഡിയം കോട്ടയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇടത് സൈഡിൽ കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല രസമുണ്ട് ആ 2 കുട്ടികൾ നടന്നു പോകുന്ന കാണാനായിട്ട്. ഈ റോളർ സ്കേറ്റിങ് കുറച്ച് ദിവസം കുട്ടികളെ കാലം ഇങ്ങനെ കെട്ടി വെച്ച് കുറേ ദൂരമൊക്കെ നടന്ന് അവസാനം സ്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പം ആരെ ഇൻസ്ട്രക്ടർ ആണെന്ന് തോന്നുന്നു, അതോ കുട്ടികളുടെ അമ്മയാണോ, കുറേ ഓടി നടപ്പുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന ഈ വഴിയാണ് കുരിയോപ്പ് റോഡ്. ഇവിടെയും കുറേ കടകളൊക്കെ അടച്ചു പോയിരിക്കും കേട്ടോ. കയറുമല്ല, ഇവിടെ എല്ലാം കടകളുണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ എല്ലാം പോയിരിക്കുക. ഈ ബുക്ക് ഷോപ്പും എല്ലാം ഇവിടെ ഈ വലത് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടെടുത്ത് ഇടത് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ്ഡ് ബുക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ കിട്ടാത്ത ബുക്സ് ഒന്നുമില്ല. മെഡിക്കല്, നോവല്, പിന്നെ എല്ലാം ടൈപ്പ് ബുക്സും പഠിക്കാനുള്ളവർക്കുള്ള ആവശ്യമുള്ള എല്ലാ ബുക്സും ഇവിടെ കിട്ടും. യൂസ്ഡ് ആണെങ്കിലും കണ്ടാൽ പറയത്തില്ല കേട്ടോ യൂസ്ഡ് ആണ്, എല്ലാം നല്ല ബുക്സാണ്.
നമ്മൾ വെളി കാശ് കൊടുത്ത് മേടിക്കുന്നതിൻ്റെ പകുതി താഴെ വിലയ്ക്ക് ഇവിടെ കിട്ടും. പിന്നെ 5 എണ്ണം 100 രൂപ, 5 എണ്ണം 4 എണ്ണം 100 രൂപ എന്നൊക്കെ എഴുതി കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ പൂച്ചട്ടികളുണ്ട്. വലിയതല്ല ഇത്. 7 എണ്ണം 100 രൂപയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ മെഷീൻ തന്നെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡീസൽ എഞ്ചിന്, നല്ല സൗണ്ട്. പിന്നെ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇതാണ് കേട്ടോ ഈ നാമ്പടത്തുള്ള ഗ്രൗണ്ട്. ഇവിടെയാണ് മിക്കവാറും എല്ലാ പ്രദർശനങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഫ്ലോർ ഷോയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോർ ഷോ എല്ലാം ഇവിടെയാണ് സെറ്റപ്പ് ആയിരിക്കുന്നത്. ഏതാണ്ട് ഈ കാണുന്നുണ്ടോ, ഇതിൻ്റെ നേരെ എതിരെയുള്ള കോട്ടയം ഇൻഡോർ സ്റ്റേഡിയം. ഇത് വന്നിട്ട് 14 ആയിട്ടില്ല. അതിൽ ഇതിൻ്റെ അകത്തോടൊന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ താഴെയാണ് ഏതെങ്കിലും ബുക്കിൻ്റെയൊക്കെ പ്രദർശനങ്ങളൊക്കെ വരികയാണെങ്കിൽ താഴെയേ വരത്തുള്ളൂ. ഇതിൻ്റെ കുറച്ചുകൂടെ മുമ്പ് നടന്ന അതിൻ്റെ ഒരു ഈ സൈഡിൽ തന്നെ, ഇടത് സൈഡിൽ തന്നെ നെഹ്റു പാർക്ക് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബോർഡ് വെച്ച് കാണാം. ഈ നെഹ്റു പാർക്ക് കുറേ നാളായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നാളല്ല, കുറച്ച് വർഷങ്ങളായിട്ട്. ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം രണ്ടാമത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജും അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. വലിയവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയാണ്. പ്രവൃത്തി സമയം 3 മണി തൊട്ട് 8 മണി വരെയാണ്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ചാർജ് ഇവരോട് അന്വേഷിക്കുകയായിരുന്നേ. 20 രൂപ. ഞാൻ 10 രൂപയുള്ളപ്പോൾ ഇവിടെ വന്നിട്ടുള്ള. ഓക്കെ. ആള് കുറവാണോ? നേരെ ഓ ശരി. ഞാൻ അത് കയറി 2 സെക്കൻഡ് വീഡിയോ എടുത്തോളാനൊക്കെ സമ്മതിച്ചു കേട്ടോ അവർ. അപ്പോൾ അതൊരു 3 ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്ന ശില്പങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കിത് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ കൂടുതൽ കപ്പിൾസാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു മത്സ്യഫെഡിൻ്റെ ഒരു അക്വേറിയൊക്കെ നേരത്തെ ഉണ്ടായതാണ്. വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അക്വേറിയം ആയതുകൊണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. അതിലും കഷ്ടമായിപ്പോയി. ഇനി നമുക്ക് വേഗം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയേക്കാം. ഇതേ കാണുന്ന മഞ്ഞ കളറുള്ള ബിൽഡിങ് കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നാമ്പടം. കോട്ടയം ടൗണിലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പഴയ ബസ് സ്റ്റാൻഡ്. അത് ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചാലേ ഫുള്ള് പൊളിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ആക്കി. ഇനി ഒരു ബസ് സ്റ്റാൻഡ് വരുന്നതാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ കോട്ടയത്ത്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് വേറെ സ്ഥലത്താണ്. ഇനി നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയേക്കാം. ഇവിടെ ഒത്തിരി ഷോപ്പും സംഗതികളും ഉണ്ട് കേട്ടോ. നിറച്ച് ഷോപ്പുകളാണ് ഈ ബസ് സ്റ്റാൻഡിനകത്ത്. ഇത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു കുറച്ച് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ അതൊന്നുമില്ല, ചെറിയ ബെഞ്ച് പോലത്തെ സംഗതികളൊക്കെ ഇല്ലേ. പിന്നെ ഒരു കൗണ്ടറൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്നത് അന്വേഷണ കൗണ്ടർ. അപ്പോൾ അതിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പെർമിഷൻ വേണോ ആവും. എന്തായാലും ബസ് സ്റ്റാൻഡിനകത്തും പെർമിഷൻ എടുക്കാൻ പോകുന്നില്ല, നേരെ വീഡിയോ എടുത്ത്. കോട്ടയം പാല ഈരാറ്റുപേട്ട ഭാഗത്തേക്കുള്ള
ബസ്സൊക്കെ ഇവിടെ കിടക്കുന്നത്. അയ്യോ ഇപ്പോൾ ഇടിച്ചാൻ ആൻറ്റി സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ നല്ല പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഈ റിലയൻസിൻ്റെ ട്രെൻഡ്സ് ഒക്കെ ഉള്ളത്. ഞാൻ കാണുന്ന ബിൽഡിങ്ങില്ലേ, അതാണ് SH മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൻ്റെ ബോർഡാണ് കാണുന്നത്. ഇതേണ്ട ആ മോളിൽ കാണുന്നത് മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ കോട്ടയത്തെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ അപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇതിനോട് ചേർന്ന് തന്നെയാണ് കോട്ടയത്തെ RMS ഇരിക്കുന്നത്. ഈ അടുത്ത മെയിലിന് പോകാൻ വേണ്ടിയിട്ടുള്ള പാഴ്സലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കില്ല. പാഴ്സലിൻ്റെ എക്സിറ്റായി കാണുന്നത്. ഇവിടെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്താൽ ഫൈൻ കിട്ടുന്ന കിഴി വെച്ചിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷനിലേക്കുള്ള വേ ഇൻ എന്നൊക്കെ ബോർഡ് കാണാം. വേ ഇന്നാണ്, തൊട്ടപ്പുറത്ത് തന്നെ വേ ഔട്ടും ഉണ്ട്. ഇത് പാർക്ക് ചെയ്തിരിക്കുന്നതല്ല കേട്ടോ, അടുത്ത ട്രെയിൻ വരുമ്പം അതിനുള്ള ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കാരൊക്കെ വന്ന് കിടക്കുന്നതാണ്. സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. അതുപോലെ തന്നെ നേരത്തെയൊക്കെ ഈ സൈഡിൽ കാണുന്ന ബോർഡ് ഉണ്ടല്ലേ, നേരത്തെ ഒന്നല്ല ഇപ്പോഴും അതിലാണ് ടൈമൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു എൻക്വയറി കൗണ്ടർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഈ സൈഡിലാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുള്ളത്. ഇവിടെ കയറി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിനുള്ള മെഷീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അതൊന്നും വർക്കിംഗ് അല്ല. അതൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ മൊസൈക്കൊക്കെ ഇല്ല, ഇപ്പോൾ നല്ല ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ വേറൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ATVM ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ. ഇതൊക്കെ വർക്കിംഗ് ആയിരിക്കുമല്ലേ, അതിലത് പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല. ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയേക്കാം. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് 10 രൂപ. ഇപ്പോൾ അകത്ത് പുതിയതായിട്ടൊരു ATM വന്നിട്ടുണ്ടോ, നേരത്തെ അത് വെളിയിലായിരുന്നേ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമാണ് നേരത്തെക്കാളിലും. ഇടത് സൈഡിലേക്കാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടത്, മറ്റേത് നേരെ പോയിട്ട് നമ്മൾ വലത്തേക്കായിരുന്നു ഫസ്റ്റ് പ്ലാറ്റ്ഫോം. സ്റ്റേഷനകത്ത് കയറി വീഡിയോ എടുത്ത് കുറച്ചേ എടുത്ത് ഒരു ഏകദേശം പകുതിയോളം എടുത്തു. അതിലെടുത്ത് കഴിഞ്ഞപ്പം എൻ്റെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, റെയിൽവേ പോലീസ്, ഇങ്ങനെ അകത്ത് ടിക്കറ്റ് എടുക്കണമെങ്കിൽ, ടിക്കറ്റല്ല അകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു പ്രത്യേക പെർമിഷനൊക്കെ വേണം, ട്രിവാൻഡ്രത്ത് കോൺടാക്ട് ചെയ്തിട്ട് വേണം പെർമിഷൻ എടുക്കാൻ. അപ്പോഴേ ഞാൻ ആ വീഡിയോ അങ്ങ് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഇതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ടല്ലോ. MT സെമിനാരി HSS കോട്ടയമാണ് ഈ കാണുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാർത്തോമ സിറിയൻ തിയോളജിക്കൽ സെമിനാരി കോട്ടയം. കാണുന്ന ജംഗ്ഷന് ലോഗോസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ കോട്ടയത്തേക്ക് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി
പുതുപ്പള്ളി ഒരു പാലേക്കും പോവാം. ബിഷപ്പേട് ചർച്ചിൻ്റെ പ്രവേശന കവാടം ഇവിടെ കാണാം. അപ്പോൾ അതിൽ 1657 എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പോയില്ലേ അന്തോണീസ് പുണ്യാളൻ്റെ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ, അങ്ങോട്ടുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നൊവേന തിരുനാൾ 2024 ഏപ്രിൽ 2 മുതൽ 14 വരെ എല്ലാ ദിവസവും രാവിലെ 10-നും വൈകുന്നേരം 5-നും ആഘോഷമായ ദിവ്യബലി, നൊവേന, ദിവ്യകാരുണ്യ ആരാധന എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ഒരു പ്രത്യേക തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഗുഡ്ഷപ്പേടി ചർച്ചിൻ്റെ ഒരു സ്വർണം പൂശിയ കൊടിമരം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടുത്തെ ടൈമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കാൻ തോന്നുന്നു. ഇവിടെ ഉണ്ണിമിശിഹായുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വല സൈഡിലായിട്ട് മാതാവിൻ്റെ രൂപവും കാണാം. അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ച് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെളിയിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഏതായാലും സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.